അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂളപ്പാടത്താണ്. ഞാൻ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി. എൻ്റെ പേര് സലൂർ ജലീൽ. ഇന്ന് 7/8/2024 സമയം 10:30 കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഈ ലൈവ് ഇടാനുണ്ടായ സാഹചര്യം, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രളയബാധിതർക്ക് വേണ്ടി പോത്തുകല്ല് പൂളപ്പാടത്ത് നിർമ്മിച്ച് നൽകുന്ന ഈ 10 വീടുകൾ, അതിൻ്റെ പേരിൽ നടക്കുന്ന കുപ്രചരണങ്ങൾ, ഇത് MA യൂസുഫ് അലി സാറിൻ്റെ ഫണ്ട് കൊണ്ടുണ്ടാക്കുന്ന വീടുകളാണ്, വഹാബ് സാഹിബ് നേതൃത്വം കൊടുത്തുണ്ടാക്കുന്ന വീടുകളാണ് എന്നുള്ള പല വിധത്തിലുള്ള കുപ്രചരണങ്ങൾ അയച്ചുവിടുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ പ്രവർത്തകരെങ്കിലും അത് അറിഞ്ഞിരിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ഇവിടെ നിന്ന് ചെയ്യുന്നത്. ഇത് കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി 3 ഏക്കറോളം സ്ഥലം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും 3 ഏക്കർ 30 സെൻറ്റ് സ്ഥലം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോത്തുകല്ല് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായിട്ട് വാങ്ങുകയും അതിൽ പൂളപ്പാടത്ത് വാങ്ങിയ 55 സെൻറ്റ് സ്ഥലം, അതിൽ ഇവിടുത്തെ മഹാനായ നേതാവായിരുന്ന മർഹൂം ഈ പോക്കർ സാഹിബിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ഇവിടെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അനുവദിച്ച ഒരു 10 വീടുകളുടെ നിർമ്മാണമാണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ വീടുകൾ. ഈ 10 വീടുകളുടെയും നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. വീടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇനി പഞ്ചായത്ത് നടപടികളാണ്. 5 വീടുകൾക്ക് കറണ്ട് ലഭിക്കാനുണ്ട്. ഇതാണ് ഇവിടുത്തെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവിടുത്തെ സഖാക്കളടക്കം വളരെ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാം, പോത്തുകല്ലിനെ സംബന്ധിച്ചിടത്തോളം പ്രളയ ദുരന്തം എന്ന് പറയുന്നത് ഒരു കവളപ്പാറ മാത്രമല്ല. പാതാർ ഉരുൾപൊട്ടലുണ്ടായി ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു. ഇതിൽ കൂടുതലും വീടുകൾ പാതാർ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കാണ് ഇതിൽ കൂടുതൽ വീടുകൾ നൽകുന്നത്. അതുപോലെ തന്നെ വെള്ളം കയറി നശിച്ച ഒരുപാട് വീടുകൾ പോത്തുകല്ല്, ഉളുമ്പിയാമ്പാടം, അമ്പുട്ടാമ്പട്ടി, കുനിപ്പാല, പാതാർ, ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി ഒരുപാട് വീടുകൾ നശിച്ചിരുന്നു. അവരെയൊക്കെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇങ്ങനൊരു പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചതും. നമ്മളെ മുസ്ലിം ലീഗ് കമ്മിറ്റി പറഞ്ഞത് 3 ഏക്കർ സ്ഥലം എന്നാണ് തങ്ങളന്ന് വാഗ്ദാനം ചെയ്തത്. പക്ഷെ വീട് കൊടുക്കാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, മുസ്ലിം ലീഗ് കമ്മിറ്റി കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുപിരിവ് നടത്തിയിട്ടില്ല. സുമനസ്സുകളായ ഒരുപാട് ആളുകൾ ഒരു സഹായം ഇതിന് ചെയ്തിട്ടുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഒരു പിരിവും മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രാദേശികമായിട്ടോ അല്ലാതെയോ ഇതിന് നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എവിടെയും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുപ്രചരണങ്ങൾ അയച്ചുവിടുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഓരോ പ്ലാനിങ്ങുകൾ ചെയ്ത് അതല്ലെങ്കിൽ അതിന് പുല്ലുവില ഇവിടുത്തെ ജനങ്ങൾ കൽപ്പിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ യൂസുഫ് അലി സാറ് 34 വീട് കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഭൂതാനത്താണ്. ഈ കവളപ്പാറ എന്ന പ്രദേശത്ത് ആരും വീട് കൊടുത്തിട്ടില്ല. 34 വീടുകൾ കൊടുത്തത് ഭൂതാനത്താണ്. ഭൂതാനം ഇതുപോലെ ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഇവിടെ കുന്നുകൾ ഇതുപോലെ ഉയർന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപാട് വീടുകൾ നശിച്ചത് പ്രളയവുമായി ബന്ധപ്പെട്ട് താഴ്ന്ന പ്രദേശങ്ങളിലായതിനാൽ വെള്ളം കയറിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഉയർന്ന പ്രദേശങ്ങൾ അന്ന് മുസ്ലിം ലീഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. കോടാലിപ്പോയിൽ വാങ്ങിയ സ്ഥലം, വെളുമ്പിയമ്പാടത്ത് വാങ്ങിയ സ്ഥലമൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന സ്ഥലങ്ങളിലാണ്. പക്ഷെ അവിടെ വീട് വെക്കാൻ വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ് നൽകിയത് എന്നുള്ള പ്രചരണങ്ങൾ പൊതുവെ അയച്ചു വിടുന്നുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ കോടാലിപ്പോയിൽ ഇപ്പോൾ ലൈഫിൻ്റെ 4 വീടുകൾ പഞ്ചായത്ത് നൽകിക്കൊണ്ട് അവിടെ വീട് പണി നടക്കുന്നുണ്ട്. ഒളിമ്പിയമ്പാടത്തെ സ്ഥലത്ത് 2 വീടുകൾ നടക്കുന്നുണ്ട്. അത് വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ് എങ്കിൽ എങ്ങനെയാണ് പഞ്ചായത്ത് NOC കൊടുക്കുന്നത്? എങ്ങനെയാണ് സർക്കാരിൻ്റെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അവിടെ അവർക്ക് ലഭ്യമാകുന്നത്? അപ്പോൾ അതും കള്ളപ്രചരണമാണ് നടത്തുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കൃത്യമായിട്ട് പറയാനുള്ളത്, ഇവിടെ ഈ നൽകുന്ന വീടുകൾ എത്രയും പെട്ടെന്ന് തന്നെ, ഒരു മാസത്തിന് അടുത്ത് തന്നെ ഇതിൻ്റെ കൈമാറ്റ ചടങ്ങ് ഉണ്ടാവും. അന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യമാകും ഇതാരാണ് നൽകിയത് എന്ന്. നിങ്ങൾ കുപ്രചാരണം എത്ര തന്നെ അയച്ചുവിട്ടാലും അതൊന്നും വില പോകില്ല എന്നാണ് പോത്തുകല്ലിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. നമുക്കറിയാം, ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച പഞ്ചായത്താണ്. ഇപ്പോഴും നമുക്കറിയാം, വലിയൊരു ദുരന്തം വയനാട് നടന്ന് അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് നല്ലൊരു ഫണ്ട് റൈസിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സുമനസ്സുകൾ അതിലേക്ക് സഹായം ചെയ്യുന്നു. പക്ഷെ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കുന്ന ഈ കുപ്രചരണങ്ങൾ അത് വാസ്തവ വിരുദ്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഈ ലൈവ് വിടാനുണ്ടായ കാരണം തന്നെ, ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുപ്രചരണങ്ങൾ നേരിട്ട് കണ്ടു. ഒരുപാട് ആളുകൾ ഫോണിലൂടെ, മാധ്യമപ്രവർത്തകരടക്കം ഫോണിലൂടെ വിളിച്ച് അന്വേഷിച്ചു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ലൈവ് വിട്ടത്. നിങ്ങൾ എത്രയൊക്കെ ലൈവ് വിട്ടാലും, എത്രയൊക്കെ കുപ്രചരണങ്ങൾ അയച്ചു വിട്ടാലും
സത്യാവസ്ഥ ഒരു നാൾ അത് പുറത്തു വരും. അത് ജനങ്ങൾ, മുസ്ലിം ലീഗ് പാർട്ടിയാണ് അത് ചെയ്യുന്നത്, സുതാര്യമായിരിക്കും. അത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി തിരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് തന്നെ എത്തും. ഒരു രൂപ മുസ്ലിം ലീഗ് ഫണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വിനിയോഗിക്കാനുള്ള ശേഷിയും കരുത്തുമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ പൂളപ്പാടത്താണ്. പൂളപ്പാറയിൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ വീട് നിർമ്മിക്കുന്നത്. ഭൂതാനത്ത് യൂസുഫ് അലി സാറിൻ്റെ വീട് നമുക്കറിയാം. അത് 2021 കൈമാറ്റം ചെയ്ത വീടുകളാണ്. അതൊന്ന് മനസ്സിലാക്കണം. 2021 വഹാബ് സാറ് കൈമാറ്റം ചെയ്ത താക്കോൽദാനം നിർമ്മിച്ച വീടുകളാണ് ഇപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ അത് ഈ പേരും പറഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ള പ്രചരണങ്ങൾ അയച്ചു വിടുന്നത്. അപ്പോൾ അതൊന്നും വാസ്തവ വിരുദ്ധമാണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഫണ്ട് കളക്ഷന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ ആരാണ് ഫണ്ട് ചെയ്യുന്നതും ആരാണ് ഫണ്ട് ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നുണ്ട്. ഇവിടെ 15ഓളം ബൈത്രഹമ്മകൾ പോത്തുകൽ പഞ്ചായത്തിൽ അല്ലാതെ കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗ്, പല KMCC സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഈ 10 വീടിനോട് ചാരിയിട്ട് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള ജാഫർ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ നൽകുന്ന മറ്റൊരു വീട് അവിടെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ 11 വീടാണ് ഈ ഒരു ലാൻഡിൽ തന്നെ പണി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതിലേക്കുള്ള കുടിവെള്ളങ്ങൾ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടോ റോഡ് ഒരുപാട് 2 വർഷമായിട്ട് റോഡിന് എഴുതി കൊടുത്തിട്ട് ഇതുവരെ പഞ്ചായത്തിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഇവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട 10 വീടുകൾ നൽകുമ്പോൾ അതിലേക്ക് റോഡെങ്കിലും അനുവദിക്കാനുള്ള ഒരു ഇത് പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് അറിയിക്കാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും അത് കൃത്യമായിട്ട് തെളിവുകളോടെ, ഇനിയിപ്പോൾ കോടാലി പോയില്ല അവിടെ സ്ഥലം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയും, പൂളപ്പാടത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയും, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള മറുപടി തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഇനാമൊക്കെ പ്രഖ്യാപിച്ചിരുന്നില്ല. ഞങ്ങൾ കൊടുത്ത വീടുകളല്ല ഇത് യൂസുഫ് അലി സാറിൻ്റെ വീടുകളാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം വരെ രൂപ തരാമെന്നുള്ള ഇനാമുകളൊക്കെ പല വിധത്തിലുള്ള തർക്കങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ അതൊന്നും വേണ്ട. അതൊന്നും ഞങ്ങൾക്ക് സത്യം ബോധിപ്പിച്ചാൽ മതി. സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഈ നൽകുന്ന വീടുകൾ അത് ഒരു മാസത്തിനു അപ്പുറത്ത് നമുക്ക് ഈ മഴയും കൊറോണയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടാണ് ഇതിങ്ങനെ നീണ്ടുപോയത്. കൃത്യമായിട്ടിത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് തന്നെ അത് കൈമാറും എന്നാണ് അറിയിക്കാനുള്ളത്. അതിൽ